ഇരിക്കൂർ MLA സജീവ് ജോസഫ് മറ്റൊരു പുലിവാരി പിടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റാണ്. അത്തരമൊരു സീറ്റ്, അതായത് കോൺഗ്രസിനെ കണ്ണുമടച്ച് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഇരിക്കൂർ പോലെ വേറെയില്ല. ആ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ വികാരം, ക്രൈസ്തവ വോട്ടുകൾ മാത്രം സ്വാധീനിക്കപ്പെടുന്ന ഒരു മണ്ഡലം. അവിടെ ഉളിക്കൽ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ കുർബാനയ്ക്കിടെ തലശ്ശേരി രൂപതക്കാരനും കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ ഒരു പ്രസംഗം നടത്തും. ഫാദർ ഫിലിപ്പ് കവിയിൽ ചാനൽ ചർച്ചയിലൊക്കെ ക്രൈസ്തവ വിശ്വാസം ശക്തമായി പറയുന്ന ആളാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് UDFകാര് ഞങ്ങൾ നിങ്ങളുടെ വോട്ട് ബാങ്കാണ് എന്ന അന്ധവിശ്വാസത്തിൽ അടിയുറച്ച് അധികകാലം മുമ്പോട്ട് പോകണ്ട. ക്രൈസ്തവ വിശ്വാസികളെ, സഭയെ സഹായിക്കുന്നവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കുത്തകയാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് കരുതേണ്ട എന്ന് പ്രസംഗിച്ചു. കവിയിലച്ഛൻ പ്രസംഗം പറഞ്ഞ കുർബാനയിൽ പങ്കെടുത്തിരുന്നു സജീവ് ജോസഫ്. കുർബാനയ്ക്ക് ശേഷം ഈ അച്ഛനെ കണ്ട് സജീവ് ജോസഫ് ചോദിച്ചു, അച്ഛനും സംഖ്യയായില്ലേ, അച്ഛൻ എന്തിനാണ് BJPക്ക് വേണ്ടി ഇങ്ങനെ കൊടി പിടിക്കുന്നത് എന്ന്. അച്ഛൻ അതിന് വിശദീകരണം കൊടുത്തു. സജീവ് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനും സജീവ് ജോസഫ് തമ്മിൽ കശപിശയായി. എന്നിട്ട് അച്ഛനെതിരെ ഞാൻ രൂപതയെ റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഭയപ്പെടുത്തി എന്നാണ് ആരോപണം. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. വിശ്വാസികൾ സജീവ് ജോസഫിനെതിരെ തിരിയുകയാണ്. ഒടുവിൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു. ആ പത്രക്കുറിപ്പിൽ സജീവ് ജോസഫ് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മണ്ഡലമായ UDF മണ്ഡലമായ ഇരിക്കൂറിൽ പോലും ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നു.